എൻ്റെ മോള് അമ്മയുടെ എപ്പോഴും തർക്കങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് എതിര് പറയുന്ന ആളാണ്. അവരുടെ പരാതി നിർവേദനങ്ങളൊക്കെ ഇവിടെ നിന്ന് എനിക്ക് വീട്ടിൽ പോലും ഇത്ര സാഹചര്യത്തോടുകൂടി അവർ ഇത്ര ഇടപെടിയിട്ടില്ല. Jesus saw the crowds and went up a hill, where he sat down. His disciples gathered round him, and he began to teach them. You are the salt for all mankind. We looked for a very good person, and today we have one of the best motivational speakers in Kerala, who is very busy giving sessions to parents and students. I am very sure that today's session will be really a fruitful one. Where there is injury, pardon. Where there is doubt, faith. Where there is despair, hope. Where there is darkness, light. And where there is sadness, joy. O Divine Master, grant that I may not so much seek to be consoled as to console, to be understood as to understand, to be loved as to love. For it is in giving that we receive. It is in pardoning that we are pardoned. And it is in dying that we are born to eternal life.
Non-skill development trainer and counselor, known for his empowering sessions for youth, teachers, parents, and professionals through inspiring value-based sessions. We are deeply honored to have you with us today. Welcome, sir. The stage is now yours to lead the proceedings. ഇങ്ങനെ പരിചയപ്പെട്ടതാണ്. മുകളിൽ കാണുന്നത് മകൾ സേറ. അവളൊരു 9 വയസ്സുകാരിയാണ്. ഒരു പുസ്തകത്തിൻ്റെ ഓതറാണ്. സ്വന്തം യാത്രാനുഭവം പുസ്തകമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്നൊരു റെക്കോർഡിന് ഉടമയാണ് എൻ്റെ തോളെ കയറിയുന്ന ആ പാർട്ടി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ വേദിയിൽ എനിക്ക് എന്നെ തന്നെ പരിചയപ്പെടുത്താൻ ഇഷ്ടം ഞാൻ അവരുടെ അപ്പനാണ് എന്നുള്ളതാണ്. എനിക്ക് ക്ലാസ് എടുക്കുന്നതായി മനസ്സിൽ വിചാരിച്ചാൽ ഈ ക്ലാസ് കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത് എഫക്റ്റ് ആവില്ല. കാരണം ഈ ഇരിക്കുന്ന മനുഷ്യരെ പോലെ മറ്റൊരപ്പൻ, ഈ മകളുടെ അപ്പൻ, രക്ഷിതാവ്, അങ്ങനെ ഒരാൾ നമ്മൾ പരസ്പരം നമ്മൾ ഒരുമിച്ച് കടന്നു പോകുന്ന ചില ജീവിത സാഹചര്യങ്ങളെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നൊരു വ്യാഖ്യാനത്തിൽ മാത്രം എടുത്താൽ മതി. കട്ടിയുള്ള വാക്കുകളൊന്നും തന്നെ ഈ സെഷൻ ഉണ്ടാവില്ല. സൈക്കോളജിക്കൽ തിയറീസ് ഒന്നും ഉണ്ടാവില്ല. എഴുതിയെടുക്കാൻ നോട്ടുകളൊന്നും ഉണ്ടാവില്ല. താത്വിക അവലോകനങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒന്നുമില്ലാത്ത. അതിനുവേണ്ടി ഈ ഇടയ്ക്ക് ഇതിൻ്റെ കൂടെ ഈ മക്കളുടെ കൂടെ പേരൻസ്, നിങ്ങളുടെ കൂട്ടുകാരിയുടെ മമ്മിയുടെ പപ്പായുടെ കൂടെ ഇരിക്കുന്ന മക്കളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുന്നേറ്റ് അധ്യാപകരോടൊപ്പം പോവുക. ഒറ്റയ്ക്ക്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരിത്തിരി കുനിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ അയൽക്കൂട്ടം ചെവിയിൽ സംസാരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇങ്ങനെ ഡിസ്റ്റൻസ് ഗ്യാപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ സൈഡിലോട്ടൊക്കെ ചെരിഞ്ഞ് കാലപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇട്ട് ഏറ്റവും അടുത്തിരിക്കുക. നമ്മൾ സംസാരിക്കാൻ വേണ്ടി ചില വീടുകളിൽ പലതരത്തിലുള്ള ലോണുകളാണ്. ആ മനുഷ്യൻ്റെ കയ്യിൽ 5 പൈസ നിൽക്കുന്നില്ല. ഇത്തിരി ഒന്ന് സേവ് ചെയ്ത് വരുമ്പോൾ അയാൾ എന്തെങ്കിലും പുതിയ പരിപാടി എപ്പിച്ചിട്ട് വരും, വീണ്ടും കടമാവും. കടങ്ങൾ വേഗം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അതിന്മേൽ അസ്വസ്ഥപ്പെടുന്ന അമ്മമാരാണ്. പയ്യൻ ജോലിയൊന്നും അറിയാം, അക്കൗണ്ടന്റ് ആണെന്ന് അറിയാം. പക്ഷെ അയാൾ ഒരു 0, ഒരു 0 അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാൽ, എക്സസിൽ ഒരു 0 മാറിപ്പോയാൽ ഒരു കമ്പനിയുടെ ലാഭത്തിന്റെ തലവിധി മാറ്റി കുറിക്കാൻ പറ്റുന്നതിൽ സീരിയസ് ആയ പണിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അറിയാവുന്ന കമ്പനികൾ. അവരോട് പറ, നിങ്ങളുടെ ജോലി എന്താണ്, അതിന്റെ കഠിനതയിലാണ്. ഒരു മകളുടെ കണ്ണ് നിറയുമ്പം ഈ കയ്യെടുത്ത് അടുത്തോളം കണ്ണ് നിറയുന്ന
ഇരിക്കുന്ന രണ്ടേ അമ്മ, അപ്പനും അമ്മയും ഇരിക്കുന്ന ബാക്കി എല്ലാം കൂടെ അമ്മ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. അമ്മമ്മ ഇതേ കാര്യം ചെയ്യുക, തൊഴിലെ കൂടെ ചെയ്തിട്ട് ഞങ്ങളെ മക്കളുടെ തല എത്തിച്ച് കോളേജ് ഒരു കാര്യം പറയുമ്പോൾ നിന്റെ മനസ്സിലൂടെ പോകുന്നുണ്ടോ, എല്ലാവരും ചെയ്യുന്നുണ്ടോ, നീ എല്ലാ കാര്യവും നോക്കുന്നുണ്ടോ അയാൾ ഉറപ്പാക്കുന്നത് സ്നേഹമാണ്. താൻ സ്നേഹിക്കപ്പെടുന്നു, അവരെ സ്നേഹിക്കപ്പെടുന്നു, അവരെ കരുതപ്പെടുന്നു. മക്കളാരാ ഞങ്ങളൊക്കെ കരുതുന്നത്, ഞങ്ങളിതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കരുതുന്ന മനുഷ്യരാണ്. ഞങ്ങളെല്ലാം നിങ്ങളോട് പറയാറുണ്ട്, നീ ഞങ്ങളോട് എല്ലാം ഇത് പറയുന്നു എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ്. ചേടാ, എനിക്കും നിനക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമുക്കങ്ങനെ എല്ലാവർക്കും എന്നോട് പറയാൻ പറ്റുന്നു. ഈ 14-15 വയസ്സിൽ അമ്മേ എൻ്റെ ചുണ്ടിൽ കൂടെ പോകുന്നു, എൻ്റെ കലസോളിൽ കൂടെ പോകുന്ന ഇഷ്ടം തോന്നുന്നു. എനിക്കറിയില്ല എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എനിക്ക് പോലും കുടുംബങ്ങളുണ്ടാകുന്ന വൈകാരികതയും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ദേഷ്യവും ജോലികളൊക്കെ ചെറുപ്പം നടക്കുന്നു. അതുകൊണ്ടാണ് എന്തൊക്കെയോ കൈവേദികൾ ഇടയ്ക്ക് തോന്നാറുണ്ട്. അമ്മയുടെ മുഖം നിങ്ങളുടെ കൈകളിൽ നിന്ന് കോരിയെടുത്ത്, പപ്പായുടെ അമ്മയുടെ മുഖം നിങ്ങളുടെ കൈകളിൽ നിന്ന് കോരിയെടുത്ത് അങ്ങനെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കാണാൻ പോകണം. നമ്മൾ ഇതിൻ്റെ വലത് കൈ കൊണ്ട് ഈ പപ്പായുടെ മമ്മിയുടെ തലമുടികളിലൂടെ ഒന്ന് തലോടിക്കണം. അതുപോലെ ചുമ്മാ നീ എന്നും കാണുന്ന മനുഷ്യർക്ക് ഇച്ചിരി സൂക്ഷ്മമായിട്ട് തലമുടികൾക്കിടയിലൂടെ പറ്റൊരു കൈ വന്നിട്ടാവും. ഇടത്തും വലുത്തും നോക്കണ്ട, എൻ്റെ കൂട്ടുകാരെ നോക്കണ്ട, അവരെ മാത്രം കണ്ടോ. കണ്ണാൻ ശരിക്കണം, പേരൻസിനെ ശ്രദ്ധിക്കണം.
റിസ്ക്കും ചെലവുമുണ്ട്. അതൊക്കെ ഏറ്റെടുത്ത് ഈ പഠനം മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ചിലർക്ക് കിട്ടട്ടെ എന്ന് കരുതി ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൂല്യങ്ങളെ ഇങ്ങനെ പകർന്നു കൊടുക്കാൻ തീരുമാനിക്കുന്നിടത്താണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യത്യസ്തരാകുന്നത്. അത് നേരിടുന്ന എല്ലാ മനുഷ്യരോടും പ്രണാമം, ഒരുപാട് നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഈ മനുഷ്യരോട് നിങ്ങൾ വാക്കുകൾ പറഞ്ഞിട്ട് പോവുക. കാരണം നിങ്ങൾ മാതാപിതാക്കൾ മക്കളൊക്കെ പൊരുത്തപ്പെടുത്തുണ്ടായി. ഇനിയിപ്പോൾ ഈ ടീച്ചേഴ്സിലേക്കൊന്ന് കണ്ട് അവരുടെ ഒരു സ്നേഹമൊക്കെ പറഞ്ഞു പോവുക. കിട്ടിയ നന്മകൾക്ക് നിങ്ങൾ നന്ദി പറയുന്നത് അവരൊന്ന് കണ്ടോട്ടെ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തന്നെ അവസാനിപ്പിക്കുന്നു. ഞാനൊരു അപ്പനാണ്. I'm not a perfect father. I have my own flaws. ഈ പറഞ്ഞതൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ, ഇവിടെ പ്രസംഗിച്ചൊക്കെ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ ഉണ്ടാകണം. ഇന്ന് വേണ്ടത്തെ ജപമാല പണികളിൽ ഞങ്ങളെ ഓർക്കണം, നിസ്കാരപ്പായകളിൽ ഞങ്ങളെ ഓർക്കണം, അർച്ചനകളിൽ ഞങ്ങളെ ഓർക്കണം. ഏറ്റവും അവസാനമായി ഇതാണ് കോൺടാക്ട് നമ്പർ. ഇതിനൊരു വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് ഹായ് എന്ന് മാത്രമായിട്ട് വോയിസ് ആയിട്ട് വെച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്തോളാം. താഴെ കാണുന്നത് യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, അവിടെ വായോ നമ്മൾ കൂട്ടുകൂടാം. ഇവിടെ അച്ഛ, ഇവിടെ വിനോദം, ഒരുപാട് നാളെ കൃത്യമായ ഫോളോ അപ്പുകളിലൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ സാധിച്ചത്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു, എല്ലാം അലൈൻഡ് ആയിരുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു. ബൈ. സീ യു. ഈ സമയം 5 മിനിറ്റ് മാത്രം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരു നന്ദി റെഡിയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും സമയം നമ്മളിരുന്നു. പേരൻസ് ആരെങ്കിലും 2 വാക്ക് നന്ദി പറയുന്നത് ഏറ്റവും ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. വൈകാരികമായ കുറേ നിമിഷങ്ങൾ കടന്നുപോയി. എനിക്ക് കെട്ടിപ്പിടിക്കാനും കൈവയ്ക്കാനും ആരെയും കിട്ടിയില്ല. ഞാൻ ബാക്കിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എങ്കിലും വൈകാരികമായിട്ട് ഞാനും കുറച്ച് നേരം എൻ്റെ കണ്ണൊക്കെ നടന്നു. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. ഞാനും ഒരു കുടുംബത്തിലുള്ള വ്യക്തിയാണത്. തീർച്ചയായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാനവിടെ നോക്കുകയായിരുന്നു, മഹാപ്രകൃതികളായ കുറേ നോക്കി ഇങ്ങനെ ഭയങ്കര അച്ചടക്കത്തിൽ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. ഇന്നൊരു ദിവസത്തേക്ക് ഈ 3 മണിക്കൂർ നേരമെങ്കിലും ഇവിടെയൊക്കെ അടങ്ങിയിരിക്കുന്നല്ലോ എന്ന് ഞാൻ ഓർത്തിന് നന്ദി പറയുക. എനിവേ, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പേരൻസ് ആരെങ്കിലും കാണുമെന്ന് 2 വാക്ക് ഈ സെഷനെ കുറിച്ച് പറഞ്ഞിട്ട് നന്ദി പറയുന്നത് ഉചിതമായിരുന്നു. ഈ വൈകിയോളിൽ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ്. ഇവിടെ 10th പഠിക്കുന്ന മേധാവി മനോജിൻ്റെ ഫാദറാണ് ഞാൻ. ഇന്നലെ വൈഫാണ് പറഞ്ഞൊരു പരിപാടിയുണ്ട്, പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അന്നേരം സാധാരണ വൈകുന്നേരം ഒരു പേരൻസ് മീറ്റിങ്. ഞാൻ വിചാരിച്ചത് ഫാദറും അധ്യാപകരെയൊക്കെ ഒരു ക്ലാസ് ആയിരിക്കും എന്ന് കരുതിയാ വന്നെ. പക്ഷെ എനിക്കൊരു വന്ന് സംസാരിക്കാൻ ആഗ്രഹം തോന്നിയ കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ കുട്ടികളുള്ള ഈഗോ. എൻ്റെ മോള് അമ്മയുടെ എപ്പോഴും തർക്കങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് എതിര് പറയുന്ന ഒരാളായിരുന്നു. ഞങ്ങളുടെ വന്നത് എനിക്ക് സന്തോഷം തോന്നിയ നിമിഷം ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്, ഇത്രയൊരു മോട്ടിവേഷൻ ക്ലാസ്, ഇപ്പോൾ അവർ 2 പേരും കൂടെ ഒട്ടിപ്പിടിച്ച് എന്നെ പിടിച്ച് അകത്തിയോന്ന് ഒരു സംശയം തോന്നുന്നില്ല. അത്ര ഭംഗിയായി അവരെ 2 പേരെയും ഈ വേദിയിൽ വെച്ച് വളരെ ഭംഗിയായി അടുപ്പിക്കാൻ, അവരെ ആ തമ്മിലുള്ള ഈഗോയും ക്ലാസുമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവരെ ഏറ്റവും നല്ല രീതിയിൽ അടുപ്പിക്കാനും അവരുടെ പരാതി പരിവേദനങ്ങളൊക്കെ ഇവിടെ നിന്ന് എനിക്ക് വീട്ടിൽ പോലും ഇത്ര സാധ്യതയോടുകൂടി അവർ ഇത്ര ഇടപെടിയിട്ടില്ല. അതിന് ഏറ്റവും നല്ലൊരു കാരണമായത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളാണ്. ഈ സാജൻ പാപ്പച്ചൻ എനിക്ക് വ്യക്തിപരമായി നേരിട്ടൊരു അഭിപ്രായ അനുമോദനം കൂടി സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ് അതിനകത്ത് എനിക്ക് 1-2 വിഷമം തോന്നിയത് നേരത്തെ പറഞ്ഞ കുറച്ച് പേരൻസ് വരാത്ത കുട്ടികളുടെ ചില ഭാവമാറ്റങ്ങളാണ് വ്യക്തിപരമായ ചില വിഷമങ്ങൾ തോന്നി. എന്നിരുന്നാൽ പോലും നാളെ മറ്റൊരു അവസരത്തിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയും. ഇത്രയും നല്ലൊരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ച ക്രിയേറ്റീവ് മാനേജ്മെന്റിനും പ്രത്യേകിച്ച് ഫാദറിനും ഞങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നാണ് സാജൻ പാപ്പച്ചൻ. അദ്ദേഹത്തിന് ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Just reminds for our heart. It was truly inspiring and touched the hearts of all parents and children present here today. Thank you very much, sir. Distinguished Principal, Reverend Dr. Jackson James, esteemed Vice Principal, Mrs. Lena Joseph, our inspiring motivational speaker, Mr. Sajan Papachan, respected teachers, honored parents, and dear students of classes 10 and 12. As we conclude this meaningful prayer day, I would like to express my sincere gratitude to everyone who contributed to making this program a spiritually enriching and motivating experience. A heartfelt thanks goes to Mr. Sajan Papachan for delivering an insightful and motivating message
that has inspired our students to approach their examinations and future with faith, confidence, and determination.